الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ടവരെ, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നാം പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ ഈദ് അദ്ഹയുടെ നമസ്കാരത്തിന് മുമ്പ് അഥവാ വലിയ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് സുന്നത്തല്ല. മറിച്ച് നമസ്കാരത്തിന് ശേഷം കുർബാനി അറുത്താൽ അതിൻ്റെ മാംസം കൊണ്ട് ആദ്യ ഭക്ഷണം ആരംഭിക്കുന്നതാണ് ഉത്തമം. ഇതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ കുർബാനിയുടെ മാംസം കൊണ്ടുള്ള ആദ്യത്തെ ഭക്ഷണം പെരുന്നാൾ ദിനത്തിൽ നാം കഴിക്കുന്നു എന്ന സന്ദേശം നൽകാൻ നമുക്ക് സാധിക്കും. ഇത് അള്ളാഹുവിൻ്റെ വഴിയിൽ ത്യാഗം ചെയ്തതിന് ശേഷമുള്ള സന്തോഷത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹിലേക്കോ പള്ളിയിലേക്കോ പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോവുകയും തിരിച്ച് മറ്റൊരു വഴിയിലൂടെ വരികയും ചെയ്യുന്നത് സുന്നത്താണ്. ഒരു വഴിയിലൂടെ പോവുക, മറ്റൊരു വഴിയിലൂടെ വരിക, അത് സുന്നത്താണ്. ഇതിന് പല കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്മരണ രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വഴികളെല്ലാം അള്ളാഹുവിനെ സ്മരിക്കാനും തക്ബീർ ചൊല്ലാനുമുള്ള അവസരമായി ലഭിക്കുന്നു. കൂടുതൽ ആളുകളെ അഭിവാദ്യം ചെയ്യാനും സന്തോഷം പങ്കിടാനും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ആളുകളുമായി കണ്ടുമുട്ടാനും ഈദ് ആശംസകൾ കൈമാറാനും ഇത് അവസരം നൽകുന്നു. പെരുന്നാളിൻ്റെ സന്തോഷം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു. വഴികളിലെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നതിനും വഴിയിലെ കല്ലും മണ്ണും പോലും തനിക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നതിന് വേണ്ടിയുമാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ, വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നൽകാനും ഈ സംഭവം അവസരം നൽകുന്നതാണ്. ഈ അദബുകൾ പെരുന്നാൾ ദിനങ്ങളെ കേവലം ആഘോഷം എന്നതിലുപരി ആത്മീയമായ ഉന്നതിക്കും സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റാൻ നമ്മെ സഹായിക്കുന്നു.